ത്രിയേക ദൈവത്തിന് സ്തുതി. എത്രയും ബഹുമാനപ്പെട്ട പോളച്ചൻ, മാന്യരച്ചൻ, സെൻറ് മേരീസ് ഫാമിലി, ക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. കാലങ്ങൾ എത്ര മാറി മറിഞ്ഞാലും, തലമുറകൾ എത്ര മാറിപ്പോയാലും, മടുപ്പ് വരാത്ത സുവിശേഷത്തിലെ വലിയ കാര്യങ്ങളിലേക്ക് വലിയ ജ്ഞാനമോ ബോധമോ അനുഭവങ്ങളോ ഒന്നുമില്ലാത്ത ഞാൻ ഇന്നത്തെ വലിയ ദിവസത്തെ ചില ചിന്തകളെക്കുറിച്ച് നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു. ഇത്രയും ദിവസത്തെ നോമ്പും പ്രാർത്ഥനകളും എല്ലാം നമ്മെ ഇതിലേക്ക് ഒരുക്കുകയായിരുന്നല്ലോ. ഈ ദിവസത്തേക്ക് വേണ്ടി ഇന്ന് ദുഃഖവെള്ളി, പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമായ യേശുവിൻ്റെ കുരിശാരോഹണത്തിൻ്റെ ഓർമ്മദിനം. കണ്ണിനു പകരം കണ്ണ്, പല്ലിനു പകരം പല്ല് എന്ന രീതി ശീലിച്ച ഒരു സമയത്തെ, ആ ഒരു കാലഘട്ടത്തെ തന്നെ മാറ്റിമറിച്ച് നിന്നെപ്പോലെ തന്നെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക, ഒരു ചെകിടത്ത് അടിച്ചവന് മറ്റേ ചെകിടും കൂടെ കാണിച്ചു കൊടുക്കുക എന്നും പറഞ്ഞ് നടന്നുപോയ ദൈവപുത്രൻ. യേശുവിൻ്റെ വചനങ്ങൾക്ക് ആയിരങ്ങൾ കാതോർത്തപ്പോൾ അസൂയ പൂണ്ട ശാസ്ത്രിമാരും പരീശന്മാരും അവനെ കുറ്റപ്പെടുത്തുവാൻ മുൻപിലെത്തി. എന്നാൽ മനുഷ്യൻ ശബത്ത് നിമിത്തമല്ല, മറിച്ച് ശബത്ത് മനുഷ്യൻ നിമിത്തമത്രേ ഉണ്ടായതെന്നും മനുഷ്യപുത്രൻ ശാപത്തിനും കർത്താവാകുമെന്നും പറഞ്ഞ് താൻ ദൈവപുത്രനാണെന്ന് അവൻ ഉറക്കെ പ്രഖ്യാപിച്ചു. സ്നേഹവും സഹാനുഭൂതിയും രോഗസൗഖ്യവും ആത്മസൗഖ്യവും ജീവനും പ്രത്യാശയും നമുക്ക് അവൻ ആവോളം പകർന്നു നൽകി. എന്നാൽ ദാനമായി കിട്ടിയ എല്ലാ നന്മകൾക്കും സ്വർഗരാജ്യത്തിൻ്റെ നിഗൂഢമായ രഹസ്യങ്ങളെ ഉപമകളിലൂടെ നമ്മുടെ ഉള്ളിലേക്ക് പകർന്നു നൽകിയിട്ടും ദൈവപുത്രന് പകരം കിട്ടിയത് ചാട്ടവാറടികളും കുരിശുമരണവുമായിരുന്നു. ഇന്ന് ഈ വെള്ളിയാഴ്ച നമ്മുടെ മുഴുവൻ ശ്രദ്ധയും ഏകാഗ്രതയും കാൽവറിയിലെ ആ കുരിശടികളിലേക്ക് നമുക്ക് കൊണ്ടുപോകാം. പേർഷ്യയിൽ നിന്നും റോമാക്കാർ സ്വന്തം ദേശത്തേക്ക് കൊണ്ടുവന്ന നിന്ദ്യമായ രീതിയിലുള്ള മരണവിധി, അതായിരുന്നു കുരിശുമരണവും. എന്നാൽ ആ കുരിശുമരണത്തിലേക്ക് നടന്നുപോയ യേശുവോ ഈ ഭൂമിയിൽ ജനിച്ചതിലെ ഏറ്റവും നിഷ്കളങ്കനായ മനുഷ്യൻ, പാപമില്ലാത്ത മനുഷ്യൻ, ചേരുംപിടി ചേരാത്ത രണ്ട് കാര്യങ്ങൾ എങ്ങനെയാണ് ചേർന്നത്? ഏറ്റവും നിന്ദ്യമായ കഴുമരവും ഏറ്റവും നിർമ്മലനായ മനുഷ്യനും ഒരു തരത്തിലും ചേരാൻ പാടില്ലാത്തതാണ്. പിന്നെ അതെങ്ങനെ സംഭവിച്ചു? യെശയ്യാ പ്രവചനം 53-ാം അധ്യായം 5-ാം വാക്യത്തിൽ അതിനുള്ള ഉത്തരമുണ്ട്. എന്നാൽ അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നും ഇരിക്കുന്നു. നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവൻ്റെ മേൽ ആയി, അവൻ്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നുമിരിക്കുന്നു. നമ്മുടെ സൗഖ്യം എന്ന ഒറ്റ കാരണത്താലാണ് വിരോധാഭാസമെന്ന് തോന്നുന്ന ഈ രണ്ട് കാര്യങ്ങൾ ഒരുമിച്ചിരുന്നത്. അങ്ങനെയെങ്കിൽ ഈ വെള്ളിയാഴ്ച പ്രാർത്ഥനാപൂർവം ആ കുരിശിനോട് ചേർന്ന് നിൽക്കുമ്പോൾ നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കേണ്ട ചോദ്യം ഇതാണ്: യേശു തമ്പുരാൻ ആശിക്കുന്ന ആ സൗഖ്യം നമ്മൾ അനുഭവിക്കുന്നുണ്ടോ? തീർച്ചയായും ആ സൗഖ്യത്തിലേക്കുള്ള യാത്ര നമുക്കൊരു ഓപ്ഷനല്ല, അത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. ആ സൗഖ്യത്തിലേക്ക്, മനഃശാന്തിയിലേക്ക് നമ്മെ എത്തിക്കുവാനുള്ള വഴികളാണ് ഈ കുരിശിൻ്റെ ചുവട്ടിലുള്ളത്. അതിൽ ഒന്നാമത്തേതായി നമുക്ക് ചെയ്യുവാൻ കഴിയുന്നത് മറ്റുള്ളവർക്ക് വേണ്ടി ചിന്തിക്കുക എന്നതാണ്. തിങ്ക് ഫേവറബിളി ഫോർ അതേഴ്സ്. മുന്തിരിത്തോട്ടത്തിലെ അധിപനായ യേശു തൻ്റെ പിതാവിനോട് ഇങ്ങനെ പറയുന്നു: കുരിശന്റെ മുമ്പിൽ ഇതാ അവൻ്റെ ആദ്യ വചനം. മരണത്തിലേക്ക് നടന്നെടുക്കുമ്പോഴും മനുഷ്യനെ കുറിച്ചായിരുന്നു അവൻ്റെ വ്യാകുലത. അവൻ ഇങ്ങനെ പറയുന്നു: പിതാവേ, ഇവർ ചെയ്യുന്നത് എന്തെന്ന്
ഇവർ അറിയാകിയാൽ ഇവരോട് ക്ഷമിക്കണമേ. മനുഷ്യന്റെ അജ്ഞതയെക്കുറിച്ചും അത് അർഹിക്കുന്ന പരിഗണനയെക്കുറിച്ചും പലതരം കഥകളും നമുക്ക് കാണാൻ സാധിക്കും. ഒരു പഴയ കഥ ഇങ്ങനെയാണ്. ഒരു തോട്ടക്കാരൻ പുലർച്ചെ എഴുന്നേറ്റ് നോക്കുമ്പോൾ അയാളുടെ തോട്ടത്തിലൂടെ ഒരു മനുഷ്യൻ നടക്കുകയാണ്. പൂക്കളെ എല്ലാം ചവിട്ടി മെതിച്ചുകൊണ്ട് തോട്ടക്കാരൻ പെട്ടെന്ന് അയാൾ ഒരു വഴിയിലേക്ക് മാറ്റി വിട്ടു. എന്നിട്ടും പിന്നെയും അയാൾ വഴി തെറ്റി ഈ പൂക്കളുടെയും അള്ളികളുടെയും മേലെ നടക്കും തുടർന്നു. അന്നേരമാണ് തോട്ടക്കാരന് മനസ്സിലായത് ആ പൂക്കളെയും വള്ളികളെയും ചവിട്ടി മെതിച്ച് നടന്നയാൾ അന്ധനായിരുന്നു എന്ന്. തോട്ടത്തിൽ നിന്ന് പുറത്തു കടക്കുവാനുള്ള ശ്രമത്തിൽ അങ്ങനെ ചെയ്തതാണ് എന്ന്. അന്ന് വൈകുന്നേരം തോട്ടമുടമ തൻ്റെ കുഞ്ഞു മക്കളോട് ഇങ്ങനെ പറഞ്ഞു: നമ്മുടെ തോട്ടങ്ങളുടെ കുറുകെ നടക്കുന്നവരോട് പകയോ വിദ്വേഷമോ പാടില്ല. അവർ ഒരു പക്ഷേ അന്ധന്മാരാണെങ്കിലോ. ഓരോരുത്തരുടെയും തോട്ടങ്ങളുടെ മീതെ നടന്നുപോയ പല മനുഷ്യരും ആത്യന്തികമായി ഈ അജ്ഞതയുടെ കരുക്കളാണ്. ആ അന്ധതയ്ക്ക് അല്ലെങ്കിൽ അറിവില്ലായ്മയ്ക്ക് ഫേവറബിളായി ചിന്തിക്കുവാനാണ് കുരിശിന്റെ ചുവട്ടിലും യേശു നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ഒരു പക്ഷേ നമുക്ക് തോന്നാം, ആ നടന്നവരൊക്കെ നല്ല വിദ്യാഭ്യാസമുള്ളവരാണല്ലോ, ഒത്തിരി കാര്യങ്ങൾ നടത്തിയെടുക്കുവാൻ കഴിവുള്ളവരാണല്ലോ എന്നല്ല. എന്നിട്ടും ഇങ്ങനെയൊരു എക്സ്ക്യൂസ് നമ്മൾ കണ്ടെത്തേണ്ട ആവശ്യമുണ്ടോ? ഇവിടെയാണ് ഈ അറിവില്ലായ്മ എന്നതിൻ്റെ പ്രസക്തി. ഇത് ചെയ്ത കാര്യങ്ങളുടെ അജ്ഞതയല്ല, എന്നാൽ പിന്നീട് എന്ത് സംഭവിക്കും എന്ന തിരിച്ചറിവില്ലായ്മയുടെ അന്ധതയാണ്. യൂദാസിന്റെ കാര്യത്തിലും ഇത് തന്നെയാണ് സംഭവിച്ചത്. ഒറ്റ കൊടുക്കുന്നത് വരെയുള്ള കാര്യങ്ങൾ യൂദാസിന് അറിയാമായിരുന്നു, എന്നാൽ പിന്നീട് എന്ത് സംഭവിക്കും എന്ന കാര്യങ്ങളെക്കുറിച്ച് കാര്യമായ അവബോധം ഇല്ലായിരുന്നു. അത് ചിന്തയിലില്ലായിരുന്നത് കൊണ്ട് തന്നെയാണ് ആ നാണയങ്ങളെല്ലാം വലിച്ചെറിഞ്ഞ് അയാൾ തെറ്റിനാണ് മരിക്കുന്നത്. അതുകൊണ്ടാണ് ദൈവം പറയുന്നത് മനുഷ്യന്റെ അജ്ഞതയ്ക്ക് വേണ്ടി കുറച്ച് സ്പേസ് കൊടുക്കുവാൻ. പുരുഷന്റെ ചുവട്ടിലും അതിനു വേണ്ടിയാണ് യേശു യാചിച്ചത്. ദൈവത്തിന്റെ അനന്തമായ സ്നേഹവും നല്ല കള്ളന്റെ മാനസാന്തരവും ഒത്തുചേർന്നപ്പോൾ ഏറ്റവും ഉന്നതമായ ഒരു വാഗ്ദാനം തന്നെ നമുക്ക് ലഭിച്ചു: ഇന്ന് നീ എന്നോടുകൂടെ പറുദീസയിലിരിക്കുമെന്ന്. പാപബോധവും പശ്ചാത്താപവും ഏറ്റവും ഉന്നതമായ സമ്മാനം തന്നെ ആ കള്ളന് സമ്മാനിച്ചു. നമുക്കും പ്രാർത്ഥിക്കാം, അവസാന നിമിഷമെങ്കിലും ആ കരുണ നമ്മളിലേക്ക് മുഴുകുവാൻ നമുക്കും പരിശ്രമിക്കാം. സർവ്വലോകത്തിനും വേണ്ടി ബലിയായിത്തീരുന്നതിന് മുമ്പേ ഈ ലോകബന്ധങ്ങളെയും സ്നേഹത്തെയും ദൈവപുത്രൻ മറന്നില്ല. തന്നെ ഉദരത്തിലേറ്റിയ അമ്മയെയും താൻ ഏറ്റവും സ്നേഹിച്ച ശിഷ്യനെയും സ്നേഹത്തിൽ പരസ്പരം അദ്ദേഹം ഏൽപ്പിച്ചു നൽകി, ഈ ലോകത്തിനായി പങ്കുവെച്ചു നൽകി. ശാരീരിക ക്ലേശങ്ങൾ നേരിടാനുള്ള കരുത്തും ധൈര്യവും ദൈവപുത്രൻ നേടിയെടുത്തിരിക്കുമെന്ന് തന്നെയാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത്. പിന്നെയും യേശുവിൻ്റെ ഈ നിലവിളിയുടെ അർത്ഥം എന്തായിരിക്കും? എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ന്. ദൈവം തൻ്റെ ആത്മാവിനെ കൈവിടരുതെന്ന ഒരു പ്രാർത്ഥനയാകാം ഈ നിലവിളി. അതായിരിക്കാം ഈ കരച്ചിലിൻ്റെ പൊരുൾ. ശരീരത്തെയും ആത്മാവിനെയും എരിയിച്ചു കളയുന്ന അവസ്ഥ. ദൈവം കൈവിട്ടാലാണ് അത് സംഭവിക്കുന്നത്. അതായിരിക്കും ദൈവപുത്രനും തന്നിൽ നിന്ന് നീങ്ങിപ്പോകണമെന്ന് പ്രാർത്ഥിച്ച പാനപാത്രം. പിന്നെയും യേശു പറഞ്ഞു, എനിക്ക് ദാഹിക്കുന്നു. ആത്മാക്കൾക്കായുള്ള ദാഹമായിരുന്നു അത്. നമ്മുടെ ഉള്ളിൽ ദൈവപുത്രൻ വിതച്ചിട്ട് പോയ കടുകുമണിയോളം പോന്ന വിത്താണ് ദൈവരാജ്യം. ആ ദൈവരാജ്യം തകർത്ത് വളരുവാൻ 10, 20, 100 മേനിയായി വിളവുണ്ടാകുവാൻ നമ്മുടെ ആത്മാവിനെ പാകമാക്കുകയാണ് നമ്മുടെ കടമ. ആട്ടിൻകൂട്ടത്തിലെ ഒരാടിനെ പോലെ നഷ്ടപ്പെട്ടു പോകാതെ എല്ലാവരെയും ചേർത്ത് നിർത്തുന്ന ആ നല്ല ഇടയന്റെ കരുതലാണ് ആ കുരിശിൻ ചുവട്ടിലെ ദാഹം. സങ്കടപ്പെടുന്നവർക്കൊരു സാന്ത്വന വാക്കും, തളരുന്നവർക്കൊരു കൈത്താങ്ങും, തിരസ്കരിക്കപ്പെടുന്നവർക്ക് അംഗീകാരവും,
ഒറ്റപ്പെട്ടവർക്ക് ഒരു കൂട്ടും നമ്മൾ നൽകുമ്പോൾ നമ്മൾ യേശുവിൻ്റെ ഈ ദാഹത്തിന് ഒരു തുടം വെള്ളം പകരം കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിനായുള്ള അനുഗ്രഹത്തിന് ഇന്ന് ഈ കുരിശിൻ്റെ ചുവട്ടിൽ നിന്ന് നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം, പ്രാർത്ഥിക്കാം. പിന്നെയും തിരുവെഴുത്തുകളെല്ലാം നിറവേറ്റി പഴയ നിയമത്തിൻ്റെ പൂർത്തീകരണമായി കാൽവറിയിൽ യേശു തൻ്റെ യാഗം പൂർത്തിയാക്കി. അബ്രഹാമിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും കാലം മുതൽ ദൈവം കരുതി വെച്ചിരുന്ന കുഞ്ഞാട് എല്ലാം നിറവേറ്റി എന്ന തിരിച്ചറിവിൽ അവൻ ഇങ്ങനെ പറഞ്ഞു, എല്ലാം നിവൃത്തിയായി. നമ്മളെ ഏൽപ്പിച്ചതും ഏറ്റെടുത്തതുമായ ഉത്തരവാദിത്തങ്ങൾ നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ ബന്ധങ്ങളിൽ, നമ്മുടെ ചിന്തകളിൽ ദൈവം നൽകിയ ഈ ഉത്തരവാദിത്തങ്ങളെ ക്ഷമയോടും സ്നേഹത്തോടും സഹനത്തോടും സന്തോഷത്തോടും നിറവേറ്റുവാൻ സാധിക്കട്ടെ എന്ന് കുരിശിലേറ്റിയ നാഥന്റെ കാൽപാദങ്ങളെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ത്യാഗത്തോടുകൂടി നമുക്ക് നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുവാൻ ശ്രമിക്കാം. പാപമൊഴികെ പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവവുമായവൻ വിശുദ്ധിയോടെ തൻ്റെ കടമ പൂർത്തിയാക്കി പിതാവേ, എൻ്റെ ആത്മാവിനെ തൃക്കൈയിൽ ഏൽപ്പിക്കുന്നുവെന്ന് നിലവിളിച്ചു പറഞ്ഞിട്ട് പ്രാണനെ വിട്ടു. എത്ര ദുഃഖ ദുരിതങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും ദൈവസ്നേഹം നമ്മെ പൊതിഞ്ഞു നിൽക്കുന്നു എന്ന പ്രത്യാശ പകർന്നു തന്നിട്ടാണ് യേശു കടന്നുപോയത്. എല്ലാ ദുരിതവും പിന്നിട്ട് 3-ാം ദിവസം പ്രത്യാശയുടെ ഉയർത്തെഴുന്നേൽപ്പ് കഴിഞ്ഞപ്പോൾ ബാക്കിയായത് കുറച്ച് മുറിപ്പാടുകൾ മാത്രമാണ്. എത്ര കഠിന വഴികളിലൂടെയാണ് നമ്മുടെ സൗഖ്യവും പാപമോചനവും സാധ്യമായതെന്ന ഓർമ്മപ്പെടുത്തലാണ് ആ മുറിപ്പാടുകൾ. പ്രാർത്ഥനയിൽ മിഴിപൂട്ടി നിൽക്കുമ്പോൾ മനസ്സലിയിക്കാനും നമ്മൾ വിനയമുള്ളവരാക്കുവാനും ദൈവം ബാക്കി വെച്ച അടയാളമാണ് ആ മുറിപ്പാടുകൾ. ഇന്ന് ഈ നല്ല വെള്ളിയാഴ്ചയിൽ ഒരല്പമെങ്കിലും ആ സഹനത്തോടെ ചേർന്ന് നിൽപ്പാൻ നമുക്ക് സാധിക്കട്ടെ. കുരിശിൽ പൊതിഞ്ഞ ആ സ്നേഹം, ആ രക്ഷയുടെ വാതിൽ നമുക്ക് ഓരോരുത്തർക്കും തുറന്നു തരട്ടെ എന്ന് പ്രാർത്ഥിക്കാം. എൻ്റെ ദൈവമേ, സ്വന്തം സൗഖ്യത്തിലേക്ക് നടന്നു പോകാനുള്ള ഒരു ക്ഷണമായി, പ്രത്യാശയായി ഞങ്ങളുടെ പ്രാർത്ഥനകളെ മാറ്റണമേ. നിന്റെ വിലയേറിയ രക്തത്താൽ ഞങ്ങളെ ശുദ്ധീകരിക്കണമേ, ശക്തിപ്പെടുത്തണമേ. തിരുവെഴുത്തുകളെ തിരിച്ചറിയേണ്ടതിന് ഞങ്ങളുടെ ഉള്ളിലും ഞങ്ങളുടെ ഇടയിലും ഉള്ള ദൈവരാജ്യത്തെ തിരിച്ചറിയുന്നതിന് ഞങ്ങളുടെ ബുദ്ധിയെ നീ ഉണർത്തണമേ. പിതാവിന്റെ വാഗ്ദത്തമായ പരിശുദ്ധാത്മാവിനെ ഞങ്ങളുടെ മേൽ നീ അയക്കണമേ. ഭൂമിയെ പൊതിഞ്ഞ അന്ധകാലത്തെ നീക്കാൻ, ആദാമ്യകാലം മുതൽ ഭൂമിയിൽ അലയുന്ന സർപ്പത്തിന്റെ തല തകർക്കാൻ കുരിശിലേറിയ നാഥ, ഇസ്രായേലിന്റെ കട്ടിലെ കാലുകളിൽ പതിച്ച രക്തം പോലെ നിന്റെ തിരുരക്തത്താൽ ഞങ്ങളെ കഴുകി വിശദീകരിച്ച് സംരക്ഷിക്കണമേ എന്ന പ്രാർത്ഥനയോടെ നിർത്തുന്നു. ദൈവ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ. താങ്ക് യു.